गुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमामस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्ससुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दम् कृष्णं वन्दे जगद्गुरुं। സമസ്ത ഭാഗവതി മണ്ഡലിക്കും ആചാര്യമണ്ഡലിക്കും അതുപോലെ ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ഉപനിഷത്തിൽ പറഞ്ഞ തത്സൃഷ്ട്വാ തദേവ അനുപ്രാവിശത്ത് എന്ന് പറഞ്ഞ ആ ഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നതായ സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു വിവരണം ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 10ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. അവിടെ ഈ സൃഷ്ടിയുടെ ഭാഗമായി പറയപ്പെടുന്ന 10 വിഷയങ്ങളെക്കുറിച്ച്, അതായത് അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂത്രയഃ മന്വന്തരൈ ഈശാനു തഥാ നിരോധോ മുക്തിരാശ്രയഃ എന്ന ആദ്യത്തെ ശ്ലോകം കൊണ്ട് തന്നെ പറയാം. അതായത് സൃഷ്ടിയുടെ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സുഖബ്രഹ്മ ഋഷി പരീക്ഷത് മഹാരാജാവിനെ ഈ ഭാഗവത കഥാസാരം പറഞ്ഞ സ്ഥലത്തിന്റെ വ്യാഖ്യാനമായിട്ട് കൂടി നമുക്കെടുക്കാം എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമൂതയഃ മന്വന്തരേ ഈശാനുകഥ നിരോധോ മുക്തിരാശ്രയഃ എന്ന ആശ്രയമായ സാക്ഷാത് പരമാത്മാവ് ലക്ഷ്യമായും ആ ലക്ഷ്യത്തിന് പ്രാപകമായിട്ടുള്ള അതിനെ എത്തിക്കുന്നതായ ലക്ഷണങ്ങളായി നേരത്തെ പറഞ്ഞ 9 എണ്ണം സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതയഃ മന്വന്തര ഈശാനുകഥ നിരോധം മുക്തി എന്നിവയെയും കണക്കാക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ആ ഒരു അതിൻ്റെ ഓരോന്നും എടുത്ത് വ്യാഖ്യാനിക്കുന്ന ആ ഭാഗങ്ങളിൽ അവിടെ ആദിഭൗതികം ആധ്യാത്മികം ആദിദൈവികം എന്നീ ഭേദങ്ങളെ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഈ ജീവൻ എങ്ങനെ ഉത്പന്നമാകുന്നു എന്നുള്ളതും ഏതെല്ലാം അവയവങ്ങളാണ് എപ്പോഴെല്ലാം ഉണ്ടാകുന്നത്, അതിൻ്റെ ദേവതകളാരാണ്, അതിൻ്റെ പ്രവർത്തനം എന്താണ് എന്നീ കാര്യങ്ങളുമെല്ലാം വ്യക്തമാക്കുന്നു. നമുക്ക് ആ അധ്യായത്തിലെ ബാക്കി കാര്യങ്ങൾ കൂടി ഇന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഉപനിഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാം. മുഖതസ്ഥാലു നിർഭന്നം ജിഹ്വാ തത്ര ഉപജായത്തെ തതോ നാനാ രസോ ജജ്ഞേ ജിഹ്വയാ യോ അധിഗമ്യത്തെ എന്ന. ഇപ്പൊ ജിഹ്വ എന്ന ഇന്ദ്രിയം മുഖത്തിൽ നിന്നും ഉണ്ടായി. താലു എന്ന് പറയുന്നത് നമ്മുടെ ജോ എന്ന് നമ്മൾ പറയാറില്ലേ, അപ്പർ ആൻഡ് ലോവർ ജോ, അതിൽ നിന്നും ജിഹ്വ നാക്ക് ഉണ്ടായി. തതോ നാനാരസോ ജജ്ഞേ ജിഹ്വയാ യോ അധിഗമ്യത്തെ. ഈ നാക്കുകൊണ്ട് മനസ്സിലാക്കപ്പെടേണ്ടതായ പലതരത്തിലുള്ള രസങ്ങൾ, ഷഡ്രസങ്ങൾ ആണ് സ്വീകരിക്കപ്പെടുന്നത്. മധുര അമ്ല ലവണ കടു കഷായ തിക്തം എന്ന ഈ ജിഹ്വയും അതായത് നാക്കും ആ നാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ടതായ അറിയപ്പെടേണ്ടതായ നാനാ രസങ്ങളും ഉണ്ടായി എന്ന് പറയുന്നു. വിവക്ഷോഹോ മുഖത്തോ ഭൂമ്നോ വന്യഹി വാഗ് വ്യാഹൃതം തയോഹോ. ഇനി വിവക്ഷോഹോ, വിവക്ഷു എന്ന് പറഞ്ഞാൽ വക്തും ഇച്ഛുഹു, പറയാൻ ആഗ്രഹം ഉണ്ടായപ്പോൾ, അതായത് വാ തുറന്ന് സംസാരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായപ്പോൾ, അതാണ് വിവക്ഷ എന്ന് പറയുന്നത്. വക്തും ഇച്ഛുഹു, വായ തുറന്ന് ശബ്ദം പുറപ്പെടുവിക്കാൻ ആഗ്രഹിച്ചപ്പോൾ എന്നർത്ഥം. അങ്ങനെയുള്ള ആ ഭൂമ എന്നു പേരുള്ള, ഭൂമ എന്ന് പറഞ്ഞാൽ അനന്തമായ എന്നർത്ഥം, ആ പുരുഷന്റെ ആ തത്വത്തിൽ നിന്നും ആ തത്വത്തിന്റെ വായിൽ നിന്നും
മുഖതഃ വായിൽ നിന്നും വന്യഹി വാക് വ്യാഹൃതം തയോഹോ വന്യയും വാക്കും ഉണ്ടായി എന്ന് പറയുന്നു. വന്നി എന്ന് പറയുന്നത് അഗ്നി ദേവതയാണ്. അത് വാഗ് എന്ന ഇന്ദ്രിയത്തിന്റെ അധിദേവതയാണ്. ഈ വന്നി വാക്ക് ഇവ രണ്ടും കാരണമായി വ്യാഹൃതമായ ശബ്ദം ഉണ്ടായി എന്നർത്ഥം. ഇനി നാസികേ നിരഭിദ്യേതാം ദോധൂയതി നഭസ്വതി തത്ര വായുർഗന്ധവഹോ ഘ്രാണോ നസി ജിഗൃക്ഷതഃ യദാത്മനി നിരാലോകമാത്മാനം ച ദദൃക്ഷതഃ നിർഭിന്നേ ഹ്യക്ഷിണീ തസ്യ ജ്യോതിഃ ചക്ഷുഃ ഗുണഗ്രഹഃ. അടുത്തതായി ഘ്രാണേന്ദ്രിയം ഉണ്ടായി എന്ന് പറയുന്നു. നാസികേ നിരഭിദ്യേത, അതായത് ശ്വാസം ശ്വസിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പോൾ നാസികോ നിരഭിദ്യേത, നാസിക ഉണ്ടായി, അതായത് മൂക്ക്. എപ്പോഴാ? ഈ ക്ലേശം ഉണ്ടായപ്പോ, പ്രാണവായു അധികമായി ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞു ഈ ജലത്തിലാണ്, ജലവാസമാണ് ആദ്യം ഈ പുരുഷനുണ്ടായിരുന്നത്. അപ്പോ വളരെ കാലം ഈ ജലത്തിൽ കഴിയുന്നത് കൊണ്ട് ആ വിരാട് പുരുഷന് നിരോധം ഉണ്ടായി എന്നാണ്. നിരോധം എന്ന് പറഞ്ഞാൽ ക്ലേശമുണ്ടായി. അപ്പോൾ ശ്വാസം തൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി ശ്വാസം വേണ്ടി വന്നു. ശ്വാസചലനം ഇല്ലെങ്കിൽ കാര്യനിർവാഹം ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ നാസികേ നിരഭിദ്യേതാം ദോധൂയതി നഭസ്വതി, ആ നഭസിൽ ദോധൂയതി ക്ലേശിച്ചു കഴിഞ്ഞതായ ആ വിരാട് പുരുഷന് നാസികകൾ ഉണ്ടായി. അതായത് ശ്വാസം പുറത്തേക്ക് പോകാനും ഉള്ളിലേക്ക് കടക്കാനും ഉള്ളതായ നാസാരന്ധ്രങ്ങൾ ഉണ്ടായി. മാത്രമല്ല ഗന്ധത്തെ ഗ്രഹിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആ നാസികയിൽ ഗന്ധത്തെ ഗ്രഹിച്ചു തരുന്നതായ വായുദേവതയും ഘ്രാണമെന്ന ഇന്ദ്രിയവും ഉണ്ടായി. തത്ര വായുർഗന്ധവഹോ ഘ്രാണോ നസി ജിഗൃക്ഷതഃ യദാത്മനി നിരാലോകമാത്മാനം ച ദിദൃക്ഷതഃ നിർഭിന്നേ ഹ്യക്ഷിണീ തസ്യ ജ്യോതിശ്ചക്ഷുർഗുണഗ്രഹഃ. ഇനി കാണാനുള്ള ആഗ്രഹം ആ വിരാട് പുരുഷനുണ്ടായപ്പോൾ ആത്മനി നിരാലോകം, ആ സമയത്ത് ആ ശരീരത്തിൽ നിരാലോകം, പ്രകാശത്തിന്റെ അഭാവം. അപ്പോൾ ആ കാണണമെന്നുള്ള ആഗ്രഹമുണ്ടായപ്പോൾ ആത്മാനം ദിദൃക്ഷതഃ, തന്നെ തന്നെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ നിർഭിന്നേ അക്ഷിണീ തസ്യ ജ്യോതിഃ ചക്ഷുർഗുണഗ്രഹഃ. അപ്പോൾ ചക്ഷുസ്, അതായത് ആ ഗോളകങ്ങൾ, കണ്ണുകൾ എന്ന ആ ഗോളകങ്ങൾ ഉണ്ടായി. ജ്യോതിസ് എന്ന സൂര്യദേവത എങ്ങനെയുള്ളതാണത്? ചക്ഷുർഗുണഗ്രഹഃ, രൂപത്തെ ഗ്രഹിക്കുന്ന ചക്ഷുരിന്ദ്രിയവും ഉണ്ടായി. ഇനി ബോധ്യമാനസ്യ ഋഷിഭിഃ ആത്മനഃ തജ്ജിഗൃക്ഷതഃ കർണൗ ച നിരഭിദ്യേതാം ദിശഃ ശ്രോത്രം ഗുണഗ്രഹഃ. അടുത്തത്, അപ്പോ വേദങ്ങളാൽ ബോധിക്കേണ്ടതായ, വേദങ്ങളിലാൽ മനസ്സിലാക്കപ്പെടേണ്ടതായ, വേദവാക്യങ്ങളാൽ മനസ്സിലാക്കപ്പെടേണ്ടതായ ആ തത്വം തൻ്റെ ബോധനം ആഗ്രഹിച്ചുകൊണ്ട് ആ ബോധനത്തിന്, ശബ്ദത്തിനെ ഗ്രഹിക്കുവാൻ സാധിക്കുന്നതായ കർണങ്ങൾ, ചെവിയും, ദിശഃ ദിക്കുകൾ എന്ന ദേവതകളും, ശബ്ദമെന്ന ഗുണത്തെ ഗ്രഹിക്കുന്നതായ ശ്രോത്രമെന്ന ഇന്ദ്രിയവും ഉണ്ടായി. ഇനി അവിടെ തന്നെ വസ്തുനോ മൃദുകാഠിന്യ ലഘുപൂർവ ഉഷ്ണശീതതാം ജിഗൃക്ഷതസ്തു അംഗിർഭിന്ന തസ്യാം രോമമഹീരുഹാഃ തത്ര ച അന്തർബഹിർവാ തത്വചാ ലബ്ധഗുണോ വൃതഃ. ഇനി അടുത്തത്, ഈ
വസ്തുക്കളുടെ മാർദ്ദവം, കാഠിന്യം, ലഘുത്വം, ഗുരുത്വം, ഉഷ്ണം, ശീതം എന്നിവയെ മനസ്സിലാക്കാനുള്ളതായ തോല്, ത്വക്ക് എന്ന ആ ഗോളകവും അതിലുള്ള രോമങ്ങൾ എന്ന ഇന്ദ്രിയവും രോമമഹീരുഹാഹ മഹീരുത്തുക്കൾ എന്ന് പറയുന്ന ദേവതകളും അതിൽ നിന്നും ഉണ്ടായി. ആ ത്വക്കെന്ന ഇന്ദ്രിയത്തിൽ ത്വഗിന്ദ്രിയം കൊണ്ട് മനസ്സിലാക്കപ്പെടേണ്ടതായ സ്പർശം എന്ന ഗുണത്തോടു കൂടിയ വായു, ആ വായു നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് ഉള്ളിലും പുറമേയും അത് വ്യാപിച്ച് നിൽക്കുകയുമാണ്. ഇനി ഹസ്തൗരുഹുതുസ്തസ്യ നാനാ കർമ്മചികീർഷയാം തയോസ്തു ബലമിന്ദ്രശ്ച ആദാനമുഭയാശ്രയം. ഇനി പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ ആ കർമ്മ ആചരണത്തിന് സഹായകമാകുന്ന ഹസ്തങ്ങൾ, അതായത് കൈകൾ ഉണ്ടായി. അതിനെ ആശ്രയിച്ച് തന്നെ ബലം എന്ന ഇന്ദ്രിയവും ആ ഇന്ദ്രിയത്തിന്റെ അധിദേവതയായ ഇന്ദ്രനും അവയെ ആശ്രയിച്ച് ആദാനം എന്നുള്ള കാര്യവും ഉണ്ടായി. തയോസ്തു ബലം ഇന്ദ്രശ്ച ആദാനം ഉഭയാശ്രയം ഗതിം ജിഗീഷത പാദൗ അഭിഗാമികാം. ഇനി ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഗമനം ചെയ്യാൻ, നടക്കാൻ, എത്തിക്കാൻ ആഗ്രഹിച്ചപ്പോൾ പാദം എന്ന ഗോളങ്ങൾ ഉണ്ടായി. ആ പാദങ്ങളുടെ കൂടെ തന്നെ യജ്ഞരൂപിയായ വിഷ്ണുവും പദ്ഭ്യാം യജ്ഞഃ സ്വയം ഹവ്യം കർമ്മഭിഃ ക്രിയതേ നൃഭിഃ. ആ പാദങ്ങളുടെ കൂടെ തന്നെ യജ്ഞരൂപിയായ വിഷ്ണുവും അതിന് അധിഷ്ഠാന ദേവതയായി അവിടെ കാണപ്പെട്ടു. അപ്പൊ മനുഷ്യൻ അനുഷ്ഠിക്കുന്ന ആ ഗതികൾ കൊണ്ട് ഈ മനുഷ്യന്റെ ക്രിയാസാധ്യമായ, ഗതിസാധ്യമായ യജ്ഞങ്ങൾ, യജ്ഞാർത്ഥമായ ഹവ്യരൂപമായ ദ്രവ്യവും അതിന് കർമ്മശക്തിയായ ഇന്ദ്രിയങ്ങളും കൂടെ ഉണ്ടായി. നിരവിധ്യത ഗതിർജിഗീഷത പാദൗ ഉരുഹാതേഭികാമികാം പദ്ഭ്യാം യജ്ഞഃ സ്വയം ഹവ്യം കർമ്മഭിഃ ക്രിയതേ നൃഭിഃ. ആ ഗമനാഗമനത്തിന് സഹായകമാകുന്ന കാലുകളും അതോടൊപ്പം തന്നെ യജ്ഞരൂപിയായ സാക്ഷാത് വിഷ്ണുവിന്റെ സാന്നിധ്യവും ഹവ്യം, യജ്ഞത്തിൽ സമർപ്പിക്കപ്പെടുന്നതായ ഹവ്യം എന്ന വസ്തുവും അവിടെ നിന്നുണ്ടായി. ഇനി നിരവിദ്യത ശിഷ്ണോ വൈ പ്രജാനന്ദാമൃതാർത്ഥിനഃ ഉപസ്ഥ ആസീത്. അടുത്തത് ഉപസ്ഥം എന്ന് പറയുന്ന ഗുഹ്യമായ ഇന്ദ്രിയം, രഹസ്യമായ ഇന്ദ്രിയം. അതായത് അത് നിരവിദ്യത ശിഷ്ണോ വൈ പ്രജ ആനന്ദാമൃതാർത്ഥിനഃ. പ്രജ ആനന്ദം, അതായത് സന്തോഷം, അമൃതം മുതലായ സ്വർഗാദികൾ, അവയിലുള്ള ആഗ്രഹം, ഇവയുടെ കൂടെ ശിഷ്ണം എന്ന് പറയുന്ന ആ രഹസ്യ അവയവവും ഉപസ്ഥ ആസീത് കാമാനാം പ്രിയം തതുഭയാശ്രിയം ഉത്സൃഷ്ടോർധാതുമലം നിരഭിദ്യത വൈ ബുധം തതഃ പായുസ്തതോ മിത്ര ഉത്സർഗ ഉഭയാശ്രതഃ. അടുത്തത് ഈ തത് ഉഭയാശ്രയം എന്ന് പറയുന്നത്, അതായത് കാമങ്ങളും കാമസംബന്ധിയായ ആ കാര്യങ്ങൾ സാധിക്കുന്നതായ ഇന്ദ്രിയവും അവരെ ആശ്രയിച്ച് അവിടെ ഉണ്ടായി. ഇനി നാം കഴിക്കുന്ന ഉത്സൃഷ്ടോ ധാതുമലം നിരവിദ്യത വൈ ഗുദം, നാം സ്വീകരിച്ചതായ അന്നാദികൾ, ഭക്ഷണത്തിന്റെ അസാരമായ ഉത്സൃഷ്ടോർ ധാതുമലം നിരഭിദ്യത വൈ ഗുദം, അസാരമായ, സാരമല്ലാത്ത മലത്തെ പുറത്തേക്ക് തള്ളുന്നതിന് വേണ്ടി ഗുദം എന്ന ഗോളകവും പായു എന്ന ഇന്ദ്രിയവും അതിൻ്റെ അതിദേവതയായ മിത്രൻ എന്ന ദേവതയും ഇവ രണ്ടിനെയും, പായു, മിത്രൻ, ഇവ രണ്ടിനെയും ആശ്രയിച്ചിട്ടുള്ളതായ ഉത്സർഗം, പുറത്തേക്ക് തള്ളുക എന്ന വിഷയവും ഉണ്ടായി.
ഉത്സൃഷ്ടോർധാതുമലം നിരവിദ്യത വൈകുതം തതഃ പായുസ്തതോ മിത്ര ഉത്സർഗ ഉഭയാശ്രയഃ ആസുസൃപ്സോഃ പുരഃ പുര്യാം നാഭിദ്വാരമപാനതഃ തത്ര അപാനസ്തതോ മൃത്യുഃ പൃഥക് ത്വമുഭയാശ്രയം. ഇത് അതായത് ശരീരത്തിൽ നിന്ന് ഈ നമ്മുടെ ദേഹത്തിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പുരഃ പുര്യാം ആസുസൃപ്സോഹോ, ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് ഈ ജീവാത്മാവ് എത്തുമ്പോൾ, അതായത് മരണം എന്ന് പറയുന്നത്, അവിടെ ഈ ശരീരത്തിൽ നിന്നും മറ്റ് ദേഹങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിച്ചപ്പോൾ നാഭിദ്വാരം എന്ന ആ ഒരു ഗോളകം ഉണ്ടായി. അത് അപാനത്തിൽ നിന്നും, അതായത് പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന ഭേദം സ്വീകരിക്കുന്നതായ പ്രാണവായു, ആ അപാനങ്ങളെ ആശ്രയിച്ചാണ് മരണം എന്നുള്ളത് ഉണ്ടാകുന്നത്. മൃത്യു പൃഥക് ത്വമുഭയാശ്രയം, അതായത് അപാനവായുവുമായിട്ട്, ഈ നാഭിയിലുള്ള അപാനവായുവുമായി പ്രാണന് സംബന്ധം ഇല്ലാതാകുമ്പോൾ മരണം ഏർപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. തത്ര അപാനസ്തതോ മൃത്യു പൃഥക് ത്വമുഭയാശ്രയം ആദിത്സോരന്നപാനാനാമാസന്നെ കുക്ഷ്യന്തരനാഡ്യഃ. അടുത്തത് ഇനി ഈ അന്നം, പാനം ഈ മുതലായവയെ ഗ്രഹിക്കുമ്പോൾ, അന്നപാനം സ്വീകരിക്കുമ്പോൾ, ഭക്ഷണവും അതുപോലെ ദ്രവരൂപത്തിലുള്ള പാനീയങ്ങളും കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ കുക്ഷി എന്ന് പറയുന്ന അധിഷ്ഠാനവും അതിന് അന്നത്തെ ഗ്രഹിക്കുന്ന കരണങ്ങളായ ആന്ത്രങ്ങളും അതിനുള്ള നാഡികളും, അതായത് പാനം, നാം കഴിക്കുന്ന പാനീയങ്ങളെ സ്വീകരിക്കുന്നതായ കരണമായ നാഡികളും ആ അന്തരം, നാഡി ഇവകളുടെ ദേവതകളായ നദികളും സമുദ്രവും ഉണ്ടായി എന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് പ്രപഞ്ചത്തെ മുഴുവൻ ബന്ധപ്പെടുത്തുന്നത്? മനുഷ്യ ശരീരം, ജീവൻ, അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത വിഷയങ്ങളെയും പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൃഷ്ടിക്രമം പുറത്താകുന്നത്. സൃഷ്ടിയുടെ രഹസ്യം തന്നെ ഇതാണ്. ഇനി ആന്ത്രം, നാഡി എന്നിവയെ ആശ്രയിച്ച് നിൽക്കുന്ന തുഷ്ടി, അതായത് നമ്മുടെ സന്തോഷം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തുഷ്ടി, അതുപോലെ തന്നെ പുഷ്ടി, നദ്യ സമുദ്രാശ്ചതയോഹോ തുഷ്ടി പുഷ്ടിസ്തദാശ്രയേ. അപ്പൊ ഉദരപൂർത്തി, തുഷ്ടി, അതുപോലെ തന്നെ പുഷ്ടി, തുഷ്ടിയും പുഷ്ടിയും, ഉദരപൂരണം കൊണ്ട്, വയറ് നിറയ്ക്കുന്നത് കൊണ്ട്, അന്നപാനം കൊണ്ട് വയറ് നിറയ്ക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന തുഷ്ടിയും, അതുകൊണ്ടുണ്ടാകുന്ന പുഷ്ടി, ശരീരത്തിന്റെ സ്ഥൗല്യം, ഇവയും ഉണ്ടായി. അതായത് അന്നത്തെ സ്വീകരിക്കുമ്പോൾ, ഭക്ഷണം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുക്ഷി, അന്ത്രം, സമുദ്രം, തുഷ്ടി എന്നിവയും, പാനീയം ഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന കുക്ഷിയായ നാഡി, നദി, പുഷ്ടി എന്നിവയും ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇനി നദ്യ സമുദ്രാശ്ചതയോഹോ തുഷ്ടി പുഷ്ടിസ്തദാശ്രയേ നിതിധ്യാസോരാത്മ മായാം ഹൃദയം നിരവിധ്യത. അടുത്തത്, ആ വിരാട് തന്നെ തന്റെ മായയെ ദൃഢമായി ചിന്തിച്ചപ്പോൾ ഹൃദയം എന്ന ഗോളകം നിരഭിദ്യത, അത് പുറത്തേക്ക് വന്നു. തതോ മനഃ തതശ്ചന്ദ്ര സങ്കൽപ്പ കാമ ഏവച, അതിൻ്റെ കൂടെ തന്നെ ചന്ദ്രൻ, പിന്നെ സങ്കല്പം, കാമം മുതലായവയും ഉണ്ടായി. ത്വക്ചർമ്മ മാംസരുധിരമേതോ മജ്ജാസ്ഥി ധാതവഃ ഭൂമ്യപ്തേജോമയാ സപ്ത പ്രാണോ വ്യമാംബുവായുഭിഃ. അടുത്തത്,
ത്വക്ക്, അതായത് സ്ഥൂലമായ പുറത്തേക്ക് കാണുന്നതായ തോല്, അതാണ് ത്വക്ക്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളതായ സൂക്ഷ്മമായ തോലാണ് ചർമ്മം. പിന്നെ മാംസം, രക്തം, മേധസ്, മജ്ജ, അസ്ഥി എന്നീ 7 ധാതുക്കളും ഉണ്ടായി. ത്വക്ചർമ്മ മാംസ രുധിര മേധോ മജ്ജാസ്തി ധാതവഃ ഭൂമ്യപ്തേജോമയാ സപ്ത പ്രാണോ വ്യോമാംബുവായുഭിഃ. ഇവ ക്രമേണ ആകാശം, ജലം, വായു എന്നിവയുടെ ആ ഒരു സ്വാധീനം കൊണ്ട് ഇവയുണ്ടായി. ഗുണാത്മകാനി ഇന്ദ്രിയാണി ഭൂതാദി പ്രഭവാ ഗുണാഹ. ഇനി ഇന്ദ്രിയങ്ങൾ, ശബ്ദാദികളായ ഗുണങ്ങൾ എന്നിവ ഈ ഗുണാത്മകാനി ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ ഗുണാത്മകമാണ്, ഗുണസ്വരൂപത്തെ ആശ്രയിച്ച് നിൽക്കുന്നവയാണ്. ഭൂതാദി പ്രഭവ ഗുണാഹ തതഃ മനഃ സർവവികാരാത്മാ ബുദ്ധി വിജ്ഞാനരൂപിണി. ഇനി മനസ്സ് എല്ലാവിധ വികാരങ്ങളുടെയും സ്വരൂപമാണ്. മനസ്സ് തന്നെയാണ് പലതായിട്ട് മാറുന്നത്. നമുക്കറിയാം, സങ്കല്പം, വികല്പം എന്നുള്ളതൊക്കെ. സങ്കല്പ വികല്പം എന്ന് പറയുന്നത് നമുക്ക് വിവേകമില്ലാത്തതാണ്. വിവേകം എന്ന് പറയുന്നത് പ്രത്യേകം തിരിച്ചറിവ്. ആ തിരിച്ചറിവ് ഇവയെല്ലാം ഉണ്ട്. മനഃ സർവവികാരാത്മാ ബുദ്ധി വിജ്ഞാനരൂപിണി. ഏതത് ഭഗവതോ രൂപം സ്ഥൂലം തേ വ്യാഹൃതം മയാ. ഇത് ഭഗവാന്റെ സ്ഥൂലമായ ഈ രൂപം, ഈ ഭഗവത് രൂപം ഇപ്പോൾ ഞാൻ നിനക്ക് ഭഗവതോ രൂപം സ്ഥൂലം തേ വ്യാഹൃതം മയാ, ഞാൻ ഇപ്പോൾ എന്നാൽ ഉപദേശിക്കപ്പെട്ടു. മഹ്യാദിഭിശ്ച ആവരണൈഹി അഷ്ടഭിർബഹിരാവൃതം. അതായത് 8 ആവരണങ്ങൾ, അതായത് ഈ നേരത്തെ പറഞ്ഞ ഭൂമി, ജലം, തേജസ്, വായു, ആകാശം, അഹന്താതത്വം, മഹത്തത്വം, ഈ 8 ആവരണങ്ങൾ കൊണ്ട് മറയ്ക്കപ്പെട്ടിട്ടുള്ള, ആവരണം ചെയ്യപ്പെട്ടുള്ള സ്ഥൂലമായ ഈ ഭഗവത് രൂപം ഞാനിപ്പോൾ ഉപദേശിച്ചു. ഇതിന് കാരണരൂപമായിട്ടുള്ള സമഷ്ടിയായ സൂക്ഷ്മ ശരീരം എന്താണെന്ന് പറയാൻ പോകുന്നു. മഹ്യാദിഭിശ്ച ആവരണൈഹി അഷ്ടഭിർബഹിരാവൃതം അതഃ പരം സൂക്ഷ്മതമം അവ്യക്തം നിർവിശേഷണം. ഇനി സ്ഥൂല ശരീരം ഇവിടെ പറയപ്പെട്ട് കഴിഞ്ഞു. ഇനി സൂക്ഷ്മ ശരീരം എങ്ങനെയായിട്ടുള്ളതാണ്? സമഷ്ടിയായിട്ടുള്ള സൂക്ഷ്മ ശരീരം, അത് അവ്യക്തം. അവ്യക്തം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ അഗ്രാഹ്യം, ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടാത്തത്, മനസ്സിലാക്കപ്പെടാത്തത്. അതായത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തത്. നിർവിശേഷണം, വിശേഷണങ്ങളോട് കൂടാത്തത്. അതായത് സ്വരൂപം, വർണ്ണം മുതലായവയൊന്നും അതിനില്ലാത്തത് കൊണ്ട്. അതഃപരം സൂക്ഷ്മതമം അവ്യക്തം നിർവിശേഷണം അനാദിമധ്യനിധനം നിത്യം വാങ് മനസഃ പരം. മാത്രമല്ല, അവ വാക്ക്, മനസ്സ് എന്നിവയ്ക്ക് പരമായതുമാണ്. വാക്കിനും മനസ്സിനും ഗമ്യമല്ലാത്ത, വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ എത്തിപ്പെടാൻ സാധിക്കാത്തതായ അനാദിമധ്യനിധനം നിത്യം. അപ്പൊ നിത്യമാണ്, എപ്പോഴും ഒരേ രൂപത്തിൽ നിൽക്കുന്നതുമായ ആ സമഷ്ടിയായ സൂക്ഷ്മ ശരീരം. അമുനീ ഭഗവത് രൂപേ മയാതേ അനുവർണിതേ. ഇപ്പോൾ ഉപദേശിക്കപ്പെട്ട ഈ ഭഗവത് സ്വരൂപം രണ്ടും തന്നെ മായയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ഭഗവാൻ ബ്രഹ്മരൂപദൃഗ് നാമരൂപക്രിയാധത്തെ സ്വകർമാകർമ്മകഃ പരഃ. ഇത് മായ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ആരാ പറയുന്നത്? മഹാത്മാക്കൾ പറയുന്നു. ഉഭയപിന ഗൃഹന്തി മായാസൃഷ്ടേ വിപശ്ചിതഃ. ഇവയെല്ലാം മായാസൃഷ്ടങ്ങളാണെന്ന് വിപശ്ചിത് എന്ന് പറഞ്ഞാൽ വിദ്വാൻമാർ, അതായത് തത്വവിത്തുക്കൾ പറയുന്നു. ഇപ്പൊ ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ചവർ ഈ സൃഷ്ടിയെ വാസ്തവികമാണെന്ന് അംഗീകരിക്കുന്നില്ല, നാമരൂപാത്മകമായ സൃഷ്ടിയെ. അതാണ് ഇവിടെ പറയുന്നത്.
ഉപനിഷത്തിൽ പറയുന്നത്. നാമരൂപേ വ്യാകരവാണി. അടുത്ത ഉപനിഷദ് വാക്യത്തിൽ പറയുന്നുണ്ട്, അസതോ വൈ സതജായത. നാമരൂപ വ്യാകൃതമല്ലാത്ത സത്തിൽ നിന്നും നാമരൂപ വ്യാകൃതമായ സത്ത് ഉണ്ടായി. അസത്ത് സത്ത് എന്നതിന് വിശേഷമായ ഒരർത്ഥം നൽകിക്കൊണ്ട് ഉപനിഷത്ത് അതിനെ വ്യാഖ്യാനിക്കും. ഇനി പ്രജാപതീൻ മനൂൻ ദേവാൻ ഋഷീൻ പിതൃഗണാൻ പൃഥക് സിദ്ധചാരണ ഗന്ധർവാൻ വിദ്യാസുരഗുഹ്യകാൻ. ഇവരെയെല്ലാം സൃഷ്ടിക്കുകയാണ് അടുത്തത്. ആ ഭഗവാൻ ബ്രഹ്മദേവന്റെ രൂപം ശരീരിച്ചുകൊണ്ട് വാച്യമായും വാചകമായും ഉണ്ട് എന്നർത്ഥം. വാച്യവാചകതയാ ഭഗവാൻ ബ്രഹ്മരൂപതൃക്ക്. ഹിരണ്യഗർഭൻ അഥവാ ആ വിരാട് എന്ന് പറയുന്ന ആ ബ്രഹ്മരൂപം ധരിച്ചുകൊണ്ട് ആ പരബ്രഹ്മം വാച്യവാചകയാ നാമരൂപക്രിയാ ധത്തെ സകർമ്മ കർമ്മകഃ പരഃ. സകർമ്മ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ തോന്നുന്നു, എന്നാൽ അകർമ്മകമാണ്. കർമാചരണമില്ല. വ്യാപാരങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു. എന്തുകൊണ്ട്? മായാസംബന്ധം കൊണ്ട്, മായയുടെ കൂടിയതായതുകൊണ്ട് വ്യാപാരത്തിൽ ഇടപെടുത്തുന്നു. അതായത് ഏതെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ തോന്നുന്നു, എന്നാൽ വാസ്തവത്തിൽ അകർമ്മകമായും പരനുമായും ആ ഭഗവാൻ നിലനിൽക്കുന്നു. ഇനി നാമരൂപക്രിയാധത്തെ അകർമ്മകർമ്മകഃ പരഃ. അത് മായികമാണ്. പ്രജാപതീൻ മനൂൻ ദേവാൻ ഋഷീൻ പിതൃഗണാൻ പൃഥക് സിദ്ധചാരണ ഗന്ധർവാൻ വിദ്യാസുരഗുഹ്യകാൻ. പ്രജാപതികളെ സൃഷ്ടിച്ചു. പ്രജാപതികൾ നമുക്കറിയാം, കർദമൻ മുതലായ പ്രജാപതികൾ. അതായത് പ്രജാപതി എന്ന പേരുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന രൂപങ്ങൾ, നിർദ്ദേശിക്കപ്പെടുന്ന രൂപങ്ങൾ, അവയുടെ കർമ്മങ്ങൾ. മനുക്കൾ അടുത്തത്. ഓരോ മന്വന്തരമുണ്ടല്ലോ. സാവർണി എന്ന് പറയുന്ന ഓരോ മനു, അതായത് മനു എന്ന പേരിൽ അറിയപ്പെടുന്നതായ രൂപവും അവയ്ക്കുള്ള കർമ്മങ്ങളും. പ്രജാപതീൻ മനൂൻ ദേവാൻ, അതുപോലെ തന്നെ ദേവന്മാർ എന്ന പേരും അവയ്ക്ക് വാച്യമായ രൂപങ്ങളും അവയ്ക്ക് അനുഗുണമായ കർമ്മങ്ങളും എല്ലാം. ഋഷി മഹർഷിമാർ, പിതൃഗണങ്ങൾ, പൃഥക് അവരെ ഇനി സിദ്ധൻ, ചാരണൻ, ഗന്ധർവൻ, വിദ്യാധരൻ, അസുരൻ, ഗുഹ്യകന്മാർ, ഇങ്ങനെയുള്ള ഭേദം എല്ലാം ഭേദങ്ങളാണ് ഇവയെല്ലാം. സിദ്ധ, ചാരണ, ഗന്ധർവർ, വിദ്യാധരന്മാർ, അസുരന്മാർ, ഗുഹ്യകന്മാർ എന്നിവയും. പിന്നെ കിന്നരാപ്സരസോ നാഗാൻ സർപ്പാൻ കിം പുരുഷോരഗാൻ. ഇനി കിന്നരന്മാർ, അപ്സരസുകൾ, നാഗർമാർ, സർപ്പങ്ങൾ, കിംപുരുഷൻ, ഉരകങ്ങൾ, മാതൃക്കൾ, രക്ഷസുകൾ, പിശാചുകൾ എല്ലാം. മാതൃൻ രക്ഷ പിശാശാംശ്ച പ്രേതഭൂത വിനായകാൻ. പ്രേതങ്ങൾ, ഭൂതങ്ങൾ, വിനായകന്മാർ എന്നിവയെല്ലാം സൃഷ്ടിച്ചു. കൂഷ്മാണ്ഡ ഉന്മാദ വേതാളാൻ യാതുധാനാൻ ഗ്രഹാനപി ഖഗാൻ മൃഗാൻ പശൂൻ വൃക്ഷാൻ ഗിരീൻ നൃപസരീസൃപാൻ. ആ വിശ്വസൃഷ്ടി ഏതെല്ലാം തരത്തിൽ പോകുന്നു നോക്കുക. അല്ലയോ രാജാവേ, കൂഷ്മാണ്ഡൻ, ഉന്മാദന്മാർ, വേതാളം, യാതുധാനന്മാർ, ഗ്രഹങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, പശുക്കൾ, വൃക്ഷങ്ങൾ, മലകൾ, അതുപോലെ തന്നെ മലപ്പാമ്പുകൾ, സരീസൃപാൻ, ഇവയെല്ലാം സൃഷ്ടിച്ചു. അതുപോലെ തന്നെ സ്ഥാവരം ജംഗമം എന്ന രണ്ട് ഭേദം, ദ്വിവിധാം. ഇനി ചതുർവിധാൻ. ദ്വിവിധമായത് സ്ഥാവരം, ജംഗമം, ഉറപ്പുള്ളതും ഉറപ്പില്ലാത്തതും സഞ്ചരിക്കുന്നത് ജംഗമം. ഇനി വേറെ ഒരു ഭേദമുണ്ട്, 4 തരത്തിലുള്ള ഉത്പത്തി.
ജരായുജം എന്ന് പറയുന്നത് ഗർഭത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നതിന് ജരായുജം. അണ്ടജം എന്ന് പറഞ്ഞാൽ മുട്ട, പക്ഷികളും പാമ്പുകളുമല്ല, മുട്ടയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. സ്വേദജം എന്ന് പറഞ്ഞാൽ വിയർപ്പ് തുള്ളികളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഉദ്ഭിജം എന്ന് പറഞ്ഞാൽ ഭൂമി പിളർന്നുകൊണ്ട് മുകളിലേക്ക് മേൽപോട്ട് വരുന്നത്, അതായത് വൃക്ഷങ്ങൾ, ചെടികൾ മുതലായവ. ഇങ്ങനെയുള്ള 4 തരത്തിലുള്ളവയും. അതുപോലെ ജലസ്ഥല നഭൗകസഹ, ജലം, സ്ഥലം അതായത് കര, പിന്നെ ആകാശം, ഇവയിൽ വസിക്കുന്നതുമായ ഏതെല്ലാമാണോ ഉള്ളത് അവയെല്ലാം തന്നെ കുശലാമിശ്ര കർമ്മണാം ഗതയസ്വിമാഹ, അവയുടെ എല്ലാ കർമ്മങ്ങളും അവയുടെ ഉൾപിരിവുകളോടുകൂടി ഭഗവാൻ ഇവയെല്ലാം ഉത്തമങ്ങളെന്നും നീചങ്ങളെന്നും മധ്യമങ്ങളെന്നും, അതായത് പുണ്യപാപ മിശ്രം എന്ന കർമ്മങ്ങളുടെ ഫലമായി ലഭിക്കുന്ന കുശലാമിശ്ര കർമ്മണാം ഗതയസ്തിമാഹ. ഉത്തമങ്ങൾ എന്ന് പറയുന്നത് പുണ്യം കൊണ്ട് ഉണ്ടാകുന്നതും, നീചം എന്ന് പറയുന്നത് പാപം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന യോനികളും, മധ്യമങ്ങൾ എന്ന് പറയുന്നത് പുണ്യപാപ മിശ്രമായിട്ടുള്ള ഫലങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന മധ്യമ രൂപങ്ങളും എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. വിവിധാശ്ചതുർവിധായേന്യേ ജലസ്ഥലന ഭൗകസഃ കുശലാമിശ്രാ കർമ്മണാം ഗതയസ്തിമാഹ. സത്വം രജസ്തമയിതി തിസ്രസുര നൃനാരകാഃ തത്രാപി ഏകൈകശോ രാജന്നെ ഭിദ്യന്തേ ഗതയസ്ത്രിധാ. അല്ലയോ രാജാവേ, സത്വം കൊണ്ട് ദേവഗതിയും, രജസ്സുകൊണ്ട് മനിതഗതിയും, തമസ്സുകൊണ്ട് നാരകഗതിയും, അതായത് നരകത്തിലേക്കുള്ള ഗതിയും എന്ന് 3 തരത്തിലുള്ള ഗതികളുണ്ട്. സത്വം രജസ് തമ ഇതി തിസ്രസ്തു സുര നൃ നാരകാഃ തത്രാപി ഏകൈകശോ രാജന്നെ ഭിദ്യന്തേ ഗതയസ്ത്രിധാ. ഇവ ഓരോന്നും തന്നെ മറ്റ് 2 ഗുണങ്ങളുടെ മിശ്രണം കൊണ്ട്, അങ്ങനെ ഓരോന്നും യഥ ഏകൈകതരോ അന്യാഭ്യാം സ്വഭാവ ഉപഹന്യത്തെ, അതായത് ഒരു ഗുണം പ്രധാനമായും മറ്റു 2 ഗുണങ്ങൾ അവയ്ക്ക് അധീനമായും വരുന്നതായി കാണപ്പെടുന്നു. അപ്പൊ കർമ്മങ്ങൾ ഓരോന്നും തന്നെ 3 വിധമായി അവ വിഭജിക്കപ്പെടുന്നു. സ ഏവേദം ജഗത്ധാത ഭഗവാൻ ധർമ്മരൂപതൃക്. ജഗത്തെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ധർമ്മം എന്ന രൂപത്തെ ധരിക്കുന്ന ആ ധർമ്മമാണ് പ്രപഞ്ചത്തെ ധരിക്കുന്നത്. ധാരണാത് ധർമ്മ, ആ ഭഗവാൻ ഇനി എങ്ങനെയാണ്? പുഷ്ണാതി സ്ഥാപയൻ വിശ്വം തിര്യങ് നരസുരാത്മഭിഹി. തിര്യക്കായ വരാഹാവതാരങ്ങളിലായി, വരാഹം മുതലായ അവതാരങ്ങളിലായി, നരൻ രാമകൃഷ്ണാദി അവതാരങ്ങളായും, സുരൻ വാമനാദി അവതാരങ്ങളിലായും ഈ പ്രപഞ്ചത്തെ പരിപാലനം ചെയ്ത് ഭോഗങ്ങൾ നൽകുന്നു. ശ്രദ്ധിക്കുക, പുഷ്ണാദി സ്ഥാപയൻ വിശ്വം തിര്യങ് നരസുരാത്മഭിഹി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ഭഗവാൻ, പരമാത്മസ്വരൂപം തന്നെ ഈ അവതാരങ്ങൾ സ്വീകരിക്കുന്നു. എങ്ങനെ? 3 തരത്തിലുള്ള അവതാരങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്ന ഭഗവാന്റെ ലീലാ അവതാരങ്ങളെയെല്ലാം പ്രതിപാദിക്കുന്നതാണല്ലോ ഈ ശ്രീമദ് ഭാഗവതം എന്ന ഈ ഉത്തമമായ പുരാണം. തിര്യങ് നര സുരാത്മഭിഹി, തിര്യക്കുകളായ വരാഹം മുതലായവയും, നരനായി ജനിച്ച ശ്രീരാമൻ ശ്രീകൃഷ്ണൻ എന്ന അവതാരങ്ങളും, അതുപോലെ സുരൻ ആയി ജനിച്ച വാമനം മുതലായ അവതാരവുമായ ഈ അവതാരങ്ങളിലൂടെ പ്രപഞ്ചത്തെ പരിപാലനം ചെയ്തുകൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്യുന്നു. പുഷ്ണാതി, കണ്ടോ, പുഷ്ണാതി എന്നാണ്, പോഷിപ്പിക്കുന്നു എന്നാണ്, രക്ഷിക്കുന്നു, പോഷിപ്പിക്കുന്നു. തതഃ കാലാഗ്നിരുദ്രാത്മാ യത് സൃഷ്ടമിദമാത്മനഃ. കാലാഗ്നിരുദ്ര സ്വരൂപിയായി ഭഗവാൻ ആദിയിൽ സൃഷ്ടിച്ചതായ ഈ പ്രപഞ്ചം യാതൊന്നാണോ ഉള്ളത് അതിനെ മുഴുവൻ ഇല്ലാതാക്കുന്നു. തതഃ കാലാഗ്നിരുദ്രാത്മാ യത് സൃഷ്ടമിദമാത്മനഃ
ഛന്നിയച്ഛതി തത്കാലേ ഘനാനീകം ഇവാനിലഹ. മേഘങ്ങളെയെല്ലാം എങ്ങനെയാണോ വായു ഇല്ലാതാക്കുന്നത്, അതുപോലെ കൽപ്പാന്തത്തിൽ, കൽപ്പത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ ഇല്ലാതാക്കുന്നു. കാലാഗ്നി രുദ്രസ്വരൂപത്തിൽ. കാലാഗ്നി രുദ്രോപനിഷത്ത് എന്ന് തന്നെ ഒരു ഉപനിഷത്തുണ്ട്. ഇത്തം ഭാവേന കഥിതോ ഭഗവാൻ ഭഗവത്തമഃ ന ഇത്തം ഭാവേന ഹി പരം ദ്രഷ്ടുമർഹന്തി സൂരയഃ. ഓ, ഭഗവാൻ ശ്രേഷ്ഠനാണ്, എങ്കിലും ഈ സ്രഷ്ടൃത്വാദി രൂപത്തോടു കൂടിയവനായാണ് ഇപ്രകാരം പറഞ്ഞത്. എന്നാൽ വിദ്വാൻകളാകട്ടെ, ജ്ഞാനികളാകട്ടെ, പരമാമമായ ശുദ്ധരൂപത്തെ, ഈ രണ്ട് രൂപങ്ങളും അവർ കാണുന്നില്ല. പരമമായ ആ രൂപത്തിലാണ് അവർ അതിനെ കാണുന്നത്. ഇത്തം ഭാവേന കഥിതോ ഭഗവാൻ ഭഗവത്തമഃ ന ഇത്തം ഭാവേന ഹി പരം ദ്രഷ്ടുമർഹന്തി സൂരയഃ. സൂരയഃ എന്ന് പറഞ്ഞാൽ മഹാജ്ഞാനികൾ എന്നർത്ഥം, സൂരികൾ. അവരാകട്ടെ ഈ രൂപത്തിലല്ല ഭഗവാനെ കാണുന്നത്. ന അസ്യ കർമാണി ജന്മാദോ പരസ്യാനുവിധീയത്തെ കർത്തൃത്വ പ്രതിഷേധാർത്ഥം മായയാ ആരോപിതം ഹി തത്. ഇവിടെയാണ് പരമമായ വേദാന്തം. ഭഗവാൻ വാസ്തവത്തിൽ സ്രഷ്ടൃത്വം മുതലായ രൂപത്തോടു കൂടിയവനല്ല എന്നാണ്. സ്രഷ്ടൃത്വാദി വിഹീനനാണ്. സ്രഷ്ടൃത്വമില്ലെങ്കിൽ പിന്നെ പ്രളയവുമില്ല. സൃഷ്ടിസ്ഥിതി പ്രളയം ഒന്നുമില്ലാത്ത ശുദ്ധമായ സ്വരൂപത്തെയാണ് ഉപാസിക്കുന്നത്. ആര്? ജ്ഞാനികൾ, സൂരികൾ. അപ്പോ പരനായ ആ ബ്രഹ്മത്തിന് വാസ്തവത്തിൽ സൃഷ്ടി മുതലായ കർമ്മങ്ങളിൽ കർത്തൃത്വം ഇല്ല. കർത്തൃത്വത്തെ നിരാകരിക്കുന്നതിന് വേണ്ടിയാണ് വാസ്തവത്തിൽ കർത്തൃത്വത്തെ ആരോപിക്കുന്നത്. കർത്തൃത്വ പ്രതിഷേധാർത്ഥം മായയാ ആരോപിതം ഹി തത്. കർത്തൃത്വം ഇല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി. കാരണം സൃഷ്ടി ഇല്ല. സൃഷ്ടി ഉണ്ടെങ്കിൽ മാത്രമല്ലേ സ്രഷ്ടാവ് ആവശ്യമുള്ളൂ. അപ്പൊ ആരോപിതം ഹി തത്, സ്രഷ്ടൃത്വം ആരോപിക്കപ്പെടുന്നു. ജയം അയം തു ബ്രഹ്മണഃ കൽപ്പ സവികൽപ്പ ഉദാഹൃതഃ. അടുത്തത്, ഈ മഹാകൽപ്പത്തിൽ പ്രാകൃതമായ മഹത്ത് മുതലായ സൃഷ്ടികളും അതുപോലെ അവാന്തര കൽപ്പത്തിൽ വൈകൃതങ്ങളായ സ്ഥാവരാദി സൃഷ്ടികളും ഉണ്ടാക്കപ്പെടുന്നു. ഇവിടെ കൽപ്പം ഭേദമനുസരിച്ച് ഈ സൃഷ്ടിഭേദം സൂചിപ്പിക്കപ്പെടുന്നു. അയം തു ബ്രഹ്മണഃ കൽപ്പ സവികൽപ്പ ഉദാഹൃതഃ വിധി സാധാരണോ യത്ര സർഗാ പ്രാകൃത വൈകൃതാഃ. അപ്പോ മഹാകൽപ്പാദികളുടെ സമാനമായിട്ടാണ് ഇവ കാണപ്പെടുന്നത്. മഹാകൽപ്പത്തിൽ പ്രാകൃതമായ മഹദാദി സൃഷ്ടികൾ ഉണ്ടാകുന്നു. അവാന്തര കൽപ്പങ്ങളിൽ വൈകൃതങ്ങളായ സ്ഥാവര മുതലായ സൃഷ്ടികളും കാണപ്പെടുന്നു എന്നർത്ഥം. എന്നാൽ മഹാകൽപ്പാദികൾക്ക് സമമായിട്ടാണ് അവാന്തര കൽപ്പത്തിൽ ബ്രഹ്മസംബന്ധിയായ ഇവയെ നാം മനസ്സിലാക്കേണ്ടതും. ബ്രഹ്മത്തിന്റെ സൃഷ്ടിയായിട്ട് തന്നെയാണ് നാം സാധാരണ മനസ്സിലാക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ അവ സൃഷ്ടിക്കപ്പെടുന്നതുമല്ല. പരിമാണം ച കാലസ്യ കൽപ്പലക്ഷണ വിഗ്രഹം യഥാ പുരസ്താദ് വ്യാഖ്യാസ്യേ പാത്മകൽപ്പമഥോ ശൃണു. ഇനി പാത്മകൽപ്പത്തെ കുറിച്ച് പറയുകയാണ് അടുത്തത്. അങ്ങനെ അടുത്ത മൂന്നാമത്തെ സ്കന്ധത്തിൽ പാത്മകൽപ്പത്തെ കുറിച്ചുള്ള വിവരണമാണ് വരുന്നതെന്ന് മഹർഷി ശുകബ്രഹ്മർഷി പറയുന്നു. ശൗനക ഉവാച യദാഹനോ ഭവാൻ സൂത ക്ഷപ്താ ഭാഗവതോത്തമഃ ചചാര തീർത്ഥാനി ഭവ ത്യക്ത്വാ ബന്ധു സൂത്യജ പുത്ര കൗഷാരവേസ്തസ്യ സംവാദോധ്യാത്മസംസ്കൃതഃ യദ്വാ സ ഭഗവാൻ തസ്മൈ പൃഷ്ടസ്തത്വമുവാചകാബ്രൂഹിണസ്തജിതം സൗമ്യ വിദുരസ്യ വിജേഷ്ഠിതം. പിന്നീട് കഥ പോവുകയാണ്, മുന്നോട്ട് നീങ്ങുകയാണ് ഭാഗവത കഥ. ഇവിടെ ഈ പറഞ്ഞ രണ്ടാമത്തെ സ്കന്ധത്തിലെ 10ാമത്തെ അധ്യായം ഇതോടുകൂടി ദ്വിതീയ സ്കന്ധവും സമാപിക്കുന്നു. മൂന്നാമത്തെ സ്കന്ധത്തിലൂടെ പിന്നീടുള്ള കഥകൾ തുടങ്ങുകയാണ്. ഇവിടെ ഈ സൃഷ്ടിയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് എന്നാൽ ഇവയൊന്നും സൃഷ്ടിക്കപ്പെട്ടതല്ല, കാരണം മായയാണ്.
മായയുടെ പ്രഭാവം കൊണ്ടാണ് ഇവയെല്ലാം സൃഷ്ടമായതുപോലെ, സൃഷ്ടിക്കപ്പെട്ടതുപോലെ അനുഭവപ്പെടുന്നു. ഈ ജ്ഞാനം ജ്ഞാനികൾക്കുള്ളത് കൊണ്ട് അവർ ശുദ്ധമായ സ്വഭാവം, ആ സ്വരൂപത്തെ മാത്രമാണ് അവർ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നത്. തദ്വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂരയഃ എന്ന് വേദം ഉദ്ബോധിപ്പിച്ചതുപോലെ ആ പരമമായ ശുദ്ധമായ സ്വരൂപത്തെ അവർ ജ്ഞാനികൾ എന്നും ഉപാസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. ഇതാണ് ഉപനിഷത്തിന്റെ ആ സാരം. എങ്ങനെയാണോ ഭാഗവതം മുതലായ പുരാണാദികളിൽ വിവരിക്കപ്പെടുന്നത് എന്നതിന്റെ ഒരു ദിങ്മാത്ര പ്രദർശനം മാത്രമാണിത്. അത പരമാനന്ദമയ ലിംഗാധിഗമദ്വാരേണ ആനന്ദ വിവൃദ്ധി അവസാന ആത്മാ, ശുദ്ധമായ ആനന്ദ സ്വരൂപമാണ് ആത്മാ എന്ന് ഉപനിഷത്ത് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ സത്സംഗം സമാപിക്കുന്നു. നാളെ നമുക്ക് തുടരാം. സർവേ ജനാ സുഖിനോ ഭവന്തു.